ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ കേരളത്തിൽ മത്സരചിത്രം തെളിഞ്ഞു. ദേശീയ നേതാക്കൾ ഏറ്റുമുട്ടുന്ന വയനാട്ടിലേക്ക് കെ സുരേന്ദ്രൻ കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം വീണ്ടും സജീവമാകും. കൊല്ലത്ത് ജി കൃഷ്ണകുമാറും ആലത്തൂരിൽ ഡോക്ടർ ടി.എൻ. സരസുവും എറണാകുളത്ത് ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണനുമാണ് സ്ഥാനാർത്ഥികൾ. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ എൻ.ഡി.എയിൽ ഭിന്നസ്വരം ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ലെന്ന് എൻ.ഡി.എയുടെ ഘടകകക്ഷിയായ ആർ.പി.ഐയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാൻ 24-നോട് പറഞ്ഞു. വെച്ച കാലം പിന്നോട്ട് വലിക്കുന്ന സ്വഭാവം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യക്കില്ല. ബി.ജെ.പിക്ക് മുമ്പേ വന്നൊരു പാർട്ടിയാണിത്. ഇതൊരു ധർമ്മയുദ്ധമാണ്. ധർമ്മയുദ്ധത്തിൽ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതെ, എന്തായാലും കേന്ദ്രത്തിൽ അങ്ങനെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾക്ക് ഇവിടെ ഒരു പിളർപ്പുണ്ടാക്കാൻ ഞങ്ങളില്ല. അപ്പൊ അത് അവര് തമ്മിലായിക്കോട്ടെ, നേതാക്കൾ തമ്മിലുള്ളതിൽ നമ്മൾ ഇതില്ല. നമ്മൾ അയച്ച ആള് നമ്മൾ യുദ്ധം ചെയ്യുക, സുരേന്ദ്രൻ അയച്ച ആളോട് സുരേന്ദ്രന് യുദ്ധം ചെയ്യണമല്ലോ. അപ്പോൾ ബാക്കി നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. നമ്മൾക്ക് എപ്പോഴും നല്ല വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ വരുന്നത്. എന്തായാലും ഒരു നരേന്ദ്രമോദിയുടെ സ്വപ്നങ്ങളും നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുക, എൻ.ഡി.എന്റെ ഭാഗമായിട്ട് നാരീശക്തിയെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഒരു എതിരാളികളെ നോക്കിയല്ല വയനാട്ടിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്ന് LDF സ്ഥാനാർത്ഥി ആനി രാജ. ജനങ്ങളുടെ പ്രതികരണം ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും ആനി രാജ പറഞ്ഞു. എതിരാളി ആരെയെന്ന് നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇപ്പം BJPയുടെ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പയിനുമായി, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനവുമായി ഞങ്ങൾ വളരെ മുന്നിൽ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ആ പ്രവർത്തനം കുറെ കൂടി തീവ്രമായിട്ട് ഇനി വരുന്നത്, കാരണം കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ നടത്തും. നിലവിലുള്ള ഒരു സാഹചര്യം, വോട്ടർമാരുടെ പ്രതികരണം, അതൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്കും ഒപ്പം ഓരോ മണ്ഡലത്തിൽ നിന്നുള്ള വിശദാംശങ്ങളിലേക്കുമാണ് ഇനി നമ്മൾ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലേക്ക്. മണ്ഡലങ്ങളിലേക്ക് ആലത്തൂരിലേക്ക് എത്തുമ്പോൾ സൂരജ് സജി ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ആലത്തൂരിൽ ഉയർന്നു കേട്ട പേര്, നേരത്തെ തന്നെ ആ പേര് അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? എന്തൊക്കെയാണ് ആലത്തൂരിൽ നിന്നുള്ള വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇന്ന് തന്നെ ഈ സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. രാവിലെ തൃശൂർ BJPയുടെ ജില്ലാ ഓഫീസിലേക്ക് സ്ഥാനാർത്ഥി എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. 11 മണിക്ക് അവിടെ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷമായിരിക്കും ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ആലത്തൂരിൽ ഈ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി ആലത്തൂരിലും പോരാട്ടം കനക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞു. കാരണം കുറച്ച് ദിവസങ്ങളായി NDA സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പോലും ഈ ആലത്തൂരിൽ വലിയ രീതിയിലുള്ള പ്രചരണത്തിന് BJP തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചും UDF ക്യാമ്പിനെ സംബന്ധിച്ചും എല്ലാം ഈ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു മേൽക്കൈ ഉണ്ടായിരുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഈ മേൽക്കൈ തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഈ TN സരസുവിലൂടെ അത്തരത്തിലൊരു മേൽക്കോയ്മയിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഈ BJP ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പളായിരുന്ന സമയത്തെല്ലാം ഏറെ വിവാദമുണ്ടാക്കിയ വ്യക്തിയായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ BJP സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ തന്നെ ഈ പാലക്കാട് വിക്ടോറിയ കോളേജിലെ അധ്യാപക പരിചയം, ആ സമയത്തുണ്ടായിരുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗുണകരമായി മാറും മണ്ഡലത്തിൽ എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസ് ആണ് UDFന്റെ സിറ്റിംഗ് MP ആണ് അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി എത്തുമ്പോൾ കൂടുതൽ രമ്യ ഹരിദാസിനേക്കാൾ ഒപ്പം, അല്ലെങ്കിൽ രമ്യ ഹരിദാസിനൊപ്പം മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ രമ്യ ഹരിദാസിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളിലേക്ക് ഉൾപ്പെടെ കടന്നു കയറിക്കൊണ്ട് ഈ സ്ത്രീ വോട്ടർമാരെ കൂടുതൽ ആകർഷിക്കാൻ കഴിയും എന്നുള്ളതാണ് BJP വിലയിരുത്തുന്നത്. എന്തായാലും ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചും ഈ BJP സ്ഥാനാർത്ഥിയുടെ വരവ് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് NDA സ്ഥാനാർത്ഥി ഇറങ്ങും. എന്തായാലും ഈ ആലത്തൂരിൽ ലൈനപ്പ് ആയതോടുകൂടി രാഷ്ട്രീയ പോരാട്ടം കനക്കുകയാണ്. സുജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ഉണ്ട്. എസ് ശ്രീകാന്ത് എറണാകുളം മണ്ഡലത്തിലെ വിവരങ്ങൾ നൽകും. അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും. വയനാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുജിത്ത്, കെ സുരേന്ദ്രൻ തന്നെ BJPക്കായി വയനാട്ടിൽ കളത്തിലിറങ്ങുകയാണല്ലോ സുജിത്ത്.
ഉന്മേഷ ഒരു ഘട്ടത്തിലും കെ സുരേന്ദ്രന്റെ പേര് ഉയർന്നു വന്നിരുന്നില്ല വയനാട്ടിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അവസാന ലാപ്പിൽ, അതായത് ഈ 4ാം ഘട്ട പട്ടികയിലേക്ക് BJP കടക്കുന്ന ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുപോലെ തന്നെ ഒറ്റ പേരിൽ എത്തുകയായിരുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അത്ര കണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ അല്ല വയനാട്ടിൽ മത്സരിപ്പിക്കുന്നത് എന്നുള്ള ആക്ഷേപം BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ പൊതുവെ ഉയർന്നിരുന്നതാണ്. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കേണ്ടത് ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാകണം എന്നുള്ള സന്ദേശം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ സവിശേഷമാക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ 2 പ്രമുഖ നേതാക്കൾ മുഖാമുഖം മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി വയനാടിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രനെ ഇവിടെ മത്സരരംഗത്തേക്ക് ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ BJP നേതൃത്വം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വോട്ട് മാർജിൻ ഉള്ള ഒരു മണ്ഡലമല്ല വയനാട് എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവം പരിശോധിച്ചാൽ വ്യക്തമാവുന്നത്. 2009 ഈ മണ്ഡലം രൂപീകരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും 30,000 വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ അത് 80,000-ലേക്ക് എത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് BDJS-നാണ് സീറ്റ് നൽകിയത്. BDJS-ലെ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. പക്ഷേ ഇതിനേക്കാൾ കുറവ് മാർജിനിലേക്ക് വോട്ട് ചുരുങ്ങുകയാണ് ഉണ്ടായത്. 78,000-നടുത്ത് വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രനെ തന്നെ അവതരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം ഒരുപോലെ എത്തിയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ നാളെ മണ്ഡലത്തിലെത്തും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ വോട്ട് ഷെയർ ഉയർത്തുക എന്നുള്ള ദൗത്യം തന്നെയാണ്. ഇതൊരു സ്റ്റാർ മണ്ഡലമാണ്. മത്സരം നടക്കുന്നത് ശക്തമായ രീതിയിലുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. അതൊരു ത്രികോണ മത്സരത്തിന് മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. പക്ഷേ വോട്ട് പാറ്റേൺ പരിശോധിക്കുമ്പോൾ BJPക്ക് അത്ര കണ്ട് ഒരു പിന്തുണയുള്ള, മറ്റ് മുന്നണികളെ പോലെ തന്നെ അത്ര കണ്ട് പിന്തുണയുള്ള മണ്ഡലമല്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി സംബന്ധിച്ച് വലിയ മാർജിനിൽ വിജയിച്ച ഒരു മണ്ഡലം. അവർക്ക് ഭൂരിപക്ഷം കൂടുതൽ ഉയർത്തുക, 5 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ള കടമ്പ. ആനിരാജ പ്രചാരണത്തിൽ മുന്നിലാണ്. അവർ എല്ലാ മണ്ഡലങ്ങളിലും ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞു. എന്തായാലും കെ സുരേന്ദ്രൻ എത്തുന്നു. മത്സരം തീപാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥാനാർത്ഥിത്വമാണ് അവിടെ കെ സുരേന്ദ്രൻ്റേത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുജിത് അയ്യപ്പത്ത്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് കൂടി ചേരുന്നുണ്ട്. അരുൺ, അവിടേക്ക് ഉയർന്നു കേട്ട എവിടെയെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലത്തേക്ക് ഒടുവിൽ അദ്ദേഹം തന്നെ വരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, അരുൺ രാജ്? ഉന്മേഷ്, കൊല്ലത്ത് BJP സ്ഥാനാർത്ഥിയായി ജി കൃഷ്ണകുമാർ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇട നൽകിയ CPM തന്നെ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം BJPക്ക് ശക്തമായ കാൻഡിഡേറ്റ് ഇല്ല എങ്കിൽ ആ വോട്ട് UDF-ന് കിട്ടുമെന്നാണ്. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിയോടെ ആ ആരോപണം കൂടുതൽ CPM കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. കൃഷ്ണകുമാറിന്റെ പേര് ആദ്യഘട്ടത്തിൽ BJP കൊല്ലത്ത് പരിഗണിച്ചിരുന്നില്ല. കുമ്മൻ രാജശേഖരനോ BB ഗോകുമാറോ സന്ദീപ് വചസ്പതിയോ ഈ 3 പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ അത് സന്ദീപ് വചസ്പതി എന്ന ഒറ്റ പേരിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒടുവിലാണ് ഈ കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് കൃഷ്ണകുമാറിനെ കൂടി കൊല്ലത്ത് പരിഗണിക്കുന്നുവെന്ന സൂചനകൾ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നൽകിയത്. പക്ഷേ ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ ചില അപശബ്ദങ്ങൾ ഉയർന്നു വന്നെങ്കിലും പിന്നീട് ഒടുവിൽ കൃഷ്ണകുമാറിനെ തന്നെ ദേശീയ നേതൃത്വം കൊല്ലത്തേക്ക് അയക്കുകയാണ് ചെയ്തത്. താരപരിവേഷമാണ് ഏറ്റവും പ്രധാനമായും കൃഷ്ണകുമാറിനെ കൊല്ലത്തേക്ക് അയക്കാനുള്ള പ്രധാന കാരണമായി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. നടനായ മുകേഷ് കൊല്ലത്ത് മത്സരിക്കുമ്പോൾ നടനായ കൃഷ്ണകുമാർ കൂടി എത്തുമ്പോൾ ആ മത്സരം കൂടുതൽ ശക്തിപ്പെടും എന്നുള്ള വിശ്വാസമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് ഏത് രീതിയിൽ ഇനി അത് വോട്ടായി മാറുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരത്തിലേക്ക് പോകുമെന്ന ഇക്കട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ 4ാം ഘട്ട പ്രചരണ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി എത്താത്തതിനെ തുടർന്ന് BJPയുടെ പ്രചരണ പരിപാടികൾ ഇതിനോടകം തന്നെ നിശ്ചലമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ രാത്രി മുതൽ ഈ ചുവരെഴുത്തടക്കം ഇപ്പോൾ BJP പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികൾക്കായി തിരുവനന്തപുരത്താണ് നിലവിൽ കൃഷ്ണകുമാർ ഉള്ളത്. നാളെയോടെ കൊല്ലം ജില്ലയിലേക്ക് എത്തും. കൊല്ലം ജില്ലയിൽ എത്തിയാൽ ആവേശോജ്വലമായ സ്വീകരണത്തോടുകൂടി മണ്ഡലത്തിൽ സജീവമാകാനാണ് BJP നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്രീകാന്ത്, UDF-ന്റെ ഉറച്ച കോട്ട എന്ന് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ പറയാവുന്ന മണ്ഡലമാണ് എറണാകുളം. അവിടേക്ക് ഡോക്ടർ KS രാധാകൃഷ്ണൻ എത്തുന്നു BJP സ്ഥാനാർത്ഥിയായി. എന്തൊക്കെയാണ് വിവരങ്ങൾ, ശ്രീകാന്ത്? അല്പസമയം മുമ്പ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഈ എറണാകുളം മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലാരിവട്ടത്ത് നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം ആരംഭിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ നേതാവാണ്. അത് മാത്രമല്ല
അദ്ദേഹം മുൻ PSC ചെയർമാൻ കൂടിയായിരുന്നു. വലിയ ശിഷ്യസമ്പത്ത് അദ്ദേഹത്തിന് എറണാകുളത്തുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് എറണാകുളത്താണ്. ഒട്ടനവധി പരിചയക്കാരുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, BJP പ്രതീക്ഷിക്കുന്ന കാര്യം, വലിയ തോതിൽ വോട്ടുയർത്താൻ സാധിക്കുന്ന, തങ്ങൾക്ക് അത്രയധികം അനുകൂലമല്ലാത്ത മണ്ഡലത്തിൽ പക്ഷേ വോട്ടുയർത്താൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി തന്നെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്ന് BJP കരുതുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ മേജർ രവിയുടേതടക്കമുള്ള പേരുകൾ ഇവിടെ പറഞ്ഞു കേട്ടിരുന്നു. മേജർ രവി അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുന്നു BJP കേന്ദ്ര നേതൃത്വം. അദ്ദേഹം നേരത്തെ ആലപ്പുഴയിൽ മത്സരിക്കുകയും BJPക്ക് അതുവരെ ആലപ്പുഴയിൽ കിട്ടിയതിൽ ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഡോക്ടർ KS രാധാകൃഷ്ണൻ. അതോടൊപ്പം അദ്ദേഹം തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ലയിലെ തന്നെ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. കാര്യമായ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തതാണ്. ആ ഒരു അനുകൂലമായ ഘടകം സഹായിക്കും എന്ന് BJP കരുതുന്നു. നേരത്തെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വോട്ടിംഗ് ശതമാനം ഉയർത്തുകയല്ല, ജയിക്കുകയാണ് തന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ മണിപ്പൂരൊക്കെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അതൊരു ഗോത്രപ്രശ്നമാണ്, മതപ്രശ്നമല്ല, അത് പറഞ്ഞ് താൻ വോട്ട് ചോദിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും പ്രകടനം എന്നുള്ളത്. എസ് ശ്രീകാന്താണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് എറണാകുളത്ത് നിന്ന്. ദിലീപ് കുമാർ ഇപ്പോൾ ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ വയനാട്ടിൽ KS സുരേന്ദ്രൻ എത്തുന്നത് അപ്രതീക്ഷിതമായിട്ടാണല്ലോ. ഈ 4 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ചില പേരുകളൊക്കെ നേരത്തെയും പറഞ്ഞു കേട്ടതാണ്. BJPയുടെ 4 സ്ഥാനാർത്ഥികൾ കൂടി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് എന്താണ്? എങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കേണ്ടത് ദിലീപ് കുമാർ? ഉന്മേഷ്, സംസ്ഥാനത്ത് ശേഷിച്ച 4 മണ്ഡലങ്ങളിൽ കൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി 20 മണ്ഡലങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂടുപിടിക്കുകയാണ്. നേരത്തെ തന്നെ ഇടതുമുന്നണി ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഏതാണ്ട് മുന്നിലെത്തിയ ഘട്ടത്തിലാണ് UDFന്റെ സിറ്റിംഗ് MP മാർ. ഇതിൽ തൃശൂർ MP ആയിരുന്ന TN പ്രതാപിന് മാത്രമാണ് മാറ്റമുണ്ടായത്. മറ്റ് MP മാരെല്ലാം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയും മത്സരരംഗം സജീവമാവുകയും ചെയ്തിരുന്നു. BJPയും അതോടൊപ്പം തന്നെ BJPയുടെ സഖ്യകക്ഷിയായ BDJS-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമാക്കിയിരിക്കുന്നു. ഇനി 1 മാസമാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനുള്ളത്. ഈ 1 മാസം കൊണ്ട് കനത്ത ചൂടാണ്. ആ ചൂടിനെ തോൽപ്പിക്കും വിധം പ്രചരണ രംഗത്ത് വളരെയധികം വാശിയോടെയും ചൂടോടെയും വീറോടെയും ഒക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ സജീവമായി അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇടതുമുന്നണി ആകട്ടെ കൺവെൻഷനുകൾ ഏറെക്കുറെ പൂർത്തീകരിച്ച് അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ച് ഇന്നലെ പ്രഖ്യാപിച്ച 4 സ്ഥാനാർത്ഥികൾ, അതിൽ ഉന്മേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ വയനാട്ടിൽ KS സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് K അണ്ണാമലൈ അടക്കം രംഗത്തിറക്കിയതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും സംസ്ഥാന അധ്യക്ഷന്മാരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നിയോഗിച്ചുകൊണ്ട് മത്സരത്തിന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ കനത്ത മത്സരം കാഴ്ചവെക്കുക, ഒരുപക്ഷെ അവിടെ വിജയിക്കുക, ഇതാണ് BJP സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. ഇതിനിടെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പലതും മാറിമറിഞ്ഞു. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും അതിപ്പോൾ ഈ ഘട്ടത്തിൽ അത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് LDFും UDFും ഒക്കെ ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിൽ ഊന്നിയാണ് അതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. LDFിൻ്റെ കൺവെൻഷനുകൾ ഇപ്പോൾ ഇന്നിപ്പോൾ 3ാമത്തെ ജില്ലയിലാണ്. ഇന്ന് മലപ്പുറത്താണ് കൺവെൻഷൻ നടക്കുന്നത്. കോഴിക്കോടും കാസർഗോഡും ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഇന്ന് മലപ്പുറത്ത്, 27-ാം തീയതി കൊല്ലത്ത്. ഈ നിലയിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രചരണം വളരെ സജീവമാക്കുകയാണ് LDF. തങ്ങളാണ് ഇതിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത്, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉണ്ടായിരുന്നത് എന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്തും വിധമാണ് LDFിൻ്റെ നീക്കം. UDFും വളരെ സജീവമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അവർ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ഇതൊക്കെ അവർ വോട്ടർമാരിൽ എത്തിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. BJPയും പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേസുകൾ പിൻവലിക്കുന്നു, അതിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ. പക്ഷേ ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്നത്തെ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്ന വിഷയം ചൂണ്ടിക്കാട്ടി BJPയും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിഷയമെന്ന നിലയിൽ അവരും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇക്കാര്യം ഉപയോഗിക്കുകയാണ്. ഏതായാലും ഇനിയും വിഷയങ്ങൾ മാറി വന്നേക്കാം, കാരണം 1 മാസം കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴും മുന്നണികൾ വളരെ സജീവമായ പ്രവർത്തനത്തിലും പ്രചാരണത്തിലുമാണ്.
ഉന്മേഷ്. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നു. കേരളത്തിൽ ഊർജിത പ്രചാരണം നേരത്തെ തന്നെ മുന്നണികൾ ആരംഭിച്ചതാണ്. BJP സ്ഥാനാർത്ഥികൾ കൂടി വന്നതോടെ പ്രചാരണം ഒന്നുകൂടി ചൂടുപിടിച്ചിരിക്കുന്നു.